നമസ്കാരം. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പം ഇവിടെ എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസിൽ വന്നിറങ്ങിയതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. വേളാങ്കണ്ണി എത്തിയിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പണിയൊക്കെ കിട്ടി. അത് വീഡിയോയുടെ വഴിയെ തന്നെ പറയാം. ആദ്യം നമുക്ക് വേളാങ്കണ്ണിയുടെ കാഴ്ചകളിലേക്ക് പോവാം. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ തന്നെയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ അതേ രീതിയിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും പണിതത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് പള്ളിയൊക്കെ ഉള്ളത്. നമുക്ക് നടന്നിട്ട് പോവാം. ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷകളും ട്രെയിൻ വന്നിറങ്ങിയ സമയത്ത് ഷെയർ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെന്തായാലും നടന്നിട്ടേ പോകുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷന് നേരെ ഇതുവഴിയാണ് ഇറങ്ങി വരേണ്ടത്. ഇവിടെ തന്നെ ബോർഡൊക്കെ ഉണ്ട്, വേ ടു ചർച്ച്. പിന്നെ ഇവിടെ തന്നെ ഒരു ATM സൗകര്യമുണ്ട്. എല്ലാ ഭാഗത്തും വേ ടു ചർച്ച് എന്നുള്ള ഒരു ബോർഡ് ഉള്ളത് കൊണ്ട് പ്രശ്നമേ ഇല്ല. ഇതുവഴിയാണ് ഇനി നടന്നു പോകാനുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരുപാട് ഹോട്ടലുകളും ചെറിയ ലോഡ്ജുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതിലൂടെ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏജൻറ്റുമാരൊക്കെ വന്ന് ചോദിക്കും, റൂം വേണോ, 500, 1000 അങ്ങനെ പല പൈസയിലാണ് അവർ പറയുക. നമ്മൾ നടന്നിതാ ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു ഹോട്ടലിൻ്റെ വലിയൊരു പേര് തന്നെയാണ് കാണുന്നത്. ഈ വേളാങ്കണ്ണി എത്തിയാൽ പിന്നെ റൂമിനൊന്നും ഒരു പ്രശ്നവുമില്ല. എല്ലായിടത്തും നല്ല അടിപൊളി റൂമുകളൊക്കെ കിട്ടും. പക്ഷെ ഒരൊറ്റ പ്രശ്നം മാത്രമാണ്, ചില റൂം എടുക്കുമ്പോൾ അവിടെ ഉപ്പ് വെള്ളമാണ് ഉണ്ടാവുക. അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ്. ഒരുപാട് ലോങ് വണ്ടികളൊക്കെയാണ്. ഇത് SCTCൻ്റെ ഒരു വണ്ടിയാണ്, നോൺ AC. നമ്മുടെ കേരളത്തിലേക്കുള്ള വണ്ടികളും അവിടെ നിന്ന് തന്നെയാണ് പുറപ്പെടുക. ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് മീനൊക്കെ ഇതാ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞാൽ അത് ഫ്രൈ ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഇത് ഈ ഭാഗത്തൊക്കെ കാണാം. റോട്ടിൽ തന്നെ ഇതാ ഒരു പശു. ഇവിടെ ഒരുപാട് പേര് റൂം വേണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. വേളാങ്കണ്ണിയിലെ പ്രധാനപ്പെട്ട പള്ളിയുടെ തൊട്ട് മുന്നിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയാൽ ബീച്ചിൻ്റെ ഭാഗത്തേക്കും പോവാം. പിന്നെ ഇവിടെ തന്നെ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇവിടെ കുർബാന ഉണ്ടോയെന്ന് അറിയില്ല. മലയാളം കുർബാന ഉള്ളത് ഈ ഒരു പള്ളിയിലല്ല, ഇവിടെ തമിഴാണ്. മലയാളം കുർബാനയുള്ള പള്ളി ഇതിൻ്റെ തൊട്ട് ആ ഒരു ഭാഗത്തേക്കാണ്. അവിടത്തേക്ക് നമുക്ക് എന്തായാലും പോവാം. ഇതിനകത്തേക്ക് നല്ല തിരക്കാണ്. 2004 ഡിസംബർ മാസത്തിൽ ഇവിടെ സുനാമി വന്ന സമയത്ത് പള്ളിയുടെ മുൻഭാഗം വരെയാണ് വെള്ളം കയറിയത്. പക്ഷെ പള്ളിക്ക് പ്രത്യേകിച്ച് ഒരു നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് നടന്നിട്ട് പോകുന്നത്. ബീച്ചിൻ്റെ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ. അതാ ഇവിടെ ഓരോ വർഷം കൂടുമ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട്. വെള്ളം ഇവിടെ വരെയാണ് മാക്സിമം ഇപ്പോൾ കയറി വരിക. ഒരുപാട് പേര് ഈ സമയത്ത് ഇവിടുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ചു. 6:40 ഇപ്പോൾ. ഞങ്ങൾ 2 വർഷം മുന്നേ വന്ന സമയത്തൊന്നും ഇവിടെ ഈ ഒരു കല്ലൊന്നും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് അവിടെയുണ്ട്, ഇത് അങ്ങ് ആ ഒരു ഭാഗത്തും ഉണ്ട്. പള്ളിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോൾ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡുള്ള ഭാഗത്തേക്ക് വന്നേ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഈ ഭാഗത്താണ് പള്ളിയുടെ വകയുള്ള റൂമൊക്കെ കിട്ടുന്ന ഒരു ബുക്കിംഗ് ഓഫീസ് ഉള്ളത്. ചെറിയ പൈസക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ കിട്ടും. ഇവിടെ റൂം എടുത്താൽ ഉപ്പുവെള്ളമാണ് ഉണ്ടാവുക. ഇതൊരു AC, ഇത് സ്ലീപ്പർ ബസ്സാകാനാണ് സാധ്യത. തമിഴ്നാട്ടിൻ്റെ ഒരുപാട് ഭാഗത്തേക്ക് ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. നല്ലോണം ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല സെറ്റപ്പ് വണ്ടി. യൂണിവേഴ്സൽ. നമ്മുടെ കേരളത്തിലേക്കും ഈ സമയത്ത് ബസ്സൊക്കെ ഉണ്ടോ നോക്കാം. മിക്കവാറും ഇല്ലയെന്നാണ് ഒരു വിശ്വാസം. കാരണം കേരളത്തിലേക്കുള്ള ബസ്സൊക്കെ നേരത്തെ തന്നെ ഇവിടുന്ന് പോയി. ഒരു ചങ്ങനാശ്ശേരി വണ്ടിയൊക്കെ ഉണ്ട് ഇവിടുന്ന്.
അതൊക്കെ നേരത്തെ പോയി. വേളാങ്കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയുടെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം പോയത് അതിൻ്റെ ഒരു മുൻഭാഗത്തേക്കായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് ദൂരെയായി ജീസസിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. നമുക്ക് അങ്ങോട്ട് തന്നെയാണ് പോകാനുള്ളത്. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ വിശ്വാസികൾ മുട്ടിലിഴഞ്ഞു പോകുന്നൊരു ഭാഗമുണ്ട്. നമുക്ക് അതുവഴി അങ്ങ് നടന്നു പോവാം. ഇവിടെ ഉള്ളത് മണലാണ് കേട്ടോ. അങ്ങ് ഒരുപാട് പോകാനുണ്ട്. ഇത് വേളാങ്കണ്ണിയിൽ മലയാളം കുർബാനയുള്ള പള്ളി ഇതാണ്. ഞങ്ങൾ അന്ന് ആദ്യം വന്ന സമയത്ത് ഈ മലയാളം കുർബാനയുള്ള പള്ളി ഏതാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് പിന്നീടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ജീസസിന്റെ വലിയൊരു പ്രതിമയുള്ളത് ഇവിടെയാണ്. പകലാണെങ്കിൽ കുറച്ചും കൂടെ വ്യക്തതയോടെ കാണാമായിരുന്നു. പക്ഷെ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി തന്നെയാണ്. ഞങ്ങളങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. വേളാങ്കണ്ണി എത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പണി എന്താണെന്ന് അറിയണ്ടേ. ഞങ്ങൾ ഇവിടെ വരുന്നതിന്റെ 10 ദിവസം മുന്നേ റെയിൽവേ സ്റ്റേഷനിലത്തെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യുകയുണ്ടായി. ഇവിടെ നടത്തുന്നത് റെയിൽവേ തന്നെയാണ്. പല സ്റ്റേഷനുകളിലും പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. 12 മണിക്കൂർ നേരത്തേക്ക് 250 രൂപയാണ് റൂമിന് വരുന്ന വാടക. പിന്നെ ഇവിടെ ഉപ്പുവെള്ളമാണോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറുന്നതിൻ്റെ ഒരു 5 മണിക്കൂർ മുന്നേ, അതായത് ഏകദേശം ഒരു ഉച്ച സമയത്ത് പെട്ടെന്നൊരു മെസ്സേജ് വരികയുണ്ടായി, മെയിലായിട്ടും വരികയുണ്ടായി. നിങ്ങളുടെ റിട്ടയറിംഗ് റൂം ക്യാൻസൽ ചെയ്തു, അവിടെ നവീകരണം നടക്കുന്നത് കൊണ്ട് ഇപ്പം അവിടെ റിട്ടയറിംഗ് റൂം ഇല്ല എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന്, കാരണം ഞങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ റൂമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് ക്യാൻസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലത്തെ ഒരു കാര്യം നിങ്ങൾ എന്താണെന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്നാണ് ക്യാൻസൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം നവീകരണം ആണെങ്കിൽ ഇത് പിന്നെ ബുക്കിങ്ങിൽ കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ? അവിടെ ഇല്ലയെന്ന് നേരത്തെ തന്നെ പറഞ്ഞാൽ പോരെ. ഞങ്ങൾക്ക് ഇതേപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുംബൈ സെൻട്രലിൽ നിന്ന് ബുക്ക് ചെയ്ത് പോകുന്നതിൻ്റെ തലേദിവസം പെട്ടെന്ന് ക്യാൻസൽ എന്നുള്ളൊരു മെസ്സേജ് വരികയുണ്ടായി. പലർക്കും ഇതേപോലെ മെസ്സേജ് വന്നിട്ടുണ്ടാകാം. ഞാൻ എന്നിട്ട് റെയിൽ മതത്തിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു സോറി സാർ, ഇങ്ങനെയാണ്, അങ്ങനെ ആയിപ്പോയി, അത് ഞങ്ങളത് ക്ലോസ് ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ റൂമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റി. പിന്നെ പുറത്തു പോയിട്ട് വേറെ റൂമൊന്നും എടുക്കണ്ടെന്ന് കരുതി. കാരണം ഞങ്ങൾ ഇവിടെ പണ്ട് വന്ന സമയത്ത് നല്ലൊരു റൂം നോക്കിയെടുത്ത സമയത്ത് പോലും ഉപ്പുവെള്ളമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നേ ഇല്ല. ഞങ്ങളിനിയിപ്പം വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസ് കയറിയിട്ട് നേരെ തിരുവാരൂരിലേക്ക് പോവുകയാണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇവിടുന്ന് എല്ലാ ദിവസവും രാത്രി 9:50 കാരയ്ക്കൽ മയിലാടുതുറൈ വഴി താമ്പരത്തേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് ഇത്. ഇത് നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ വേളാങ്കണ്ണി എറണാകുളം വീക്ക്ലി എക്സ്പ്രസ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S2 ആണ്. 7ഉം 8ഉം ആണ് ഞങ്ങളുടെ ബെർത്തുകൾ. കയറി വരുന്ന ഇവിടെ തന്നെയാണ് 7ഉം 8ഉം, അതായത് സൈഡ് അപ്പറും സൈഡ് ലോവറും. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 7:45 തന്നെ എറണാകുളം വീക്ക്ലി എക്സ്പ്രസ് ഇതാ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് നാഗപട്ടണം ജംഗ്ഷൻ, 10 കിലോമീറ്റർ പോകാനുണ്ട്. അവിടെ എത്തിയിട്ട് ഈ ട്രെയിന് ലോക്കോ റിവേഴ്സലുണ്ട്. ഇവിടെ ബെർത്തിന്റെ താഴെയായി ഒരു എലിപ്പെട്ടി കാണാം. ഇതിന്റെ അർത്ഥം ഈ ഒരു ട്രെയിനിന്റെ അകത്തൊക്കെ എലികളൊക്കെ കയറുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. 8 മണി നാഗപട്ടണം ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര മണിക്ക് എടുക്കുമെന്ന് അറിയില്ല. കാരണം ഈ ഒരു ലോക്കോ റിവേഴ്സലുണ്ടല്ലോ, എന്തായാലും ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുക്കും. ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറാൻ അധികം ആൾക്കാരൊന്നും ഇല്ല. കൂടുതൽ ആൾക്കാരും കേരളത്തിലേക്ക് പോകുന്നത് കാരയ്ക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ തന്നെയാണ്. കാരണം അതാണെങ്കിൽ നാളെ രാവിലെ തന്നെ അവിടെ എത്തുമല്ലോ. രാത്രിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതാ നവി വാങ്ങിച്ചു വരുവാണ്. എന്താണ് വാങ്ങിച്ചേ? ഇഡലിയാണ് വാങ്ങിയത്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ കിട്ടിയത്. ബിൽഡിംഗ് ഉണ്ടല്ലോ, നല്ലൊരു റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അവിടെ പോയ സമയത്ത് ഇഡലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നവി പറഞ്ഞത്. ഈ ഒരു സെറ്റ് ഇഡലിക്ക് 50 രൂപയാണ് ആയത്. പിന്നെ ഞങ്ങളെന്തായാലും
ചപ്പാത്തിയോ ഇഡലിയോ കഴിക്കാൻ തന്നെയായിരുന്നു പ്ലാനും ഉണ്ടായത്. ഈ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രിക്ക് കൂടുതലും കിട്ടുന്നത് ഇഡലി തന്നെയാണ്. വലിയ 4 ഇഡലികളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചട്നിയും ഉണ്ട്, സാമ്പാറും ഉണ്ട്. വേളാങ്കണ്ണിയിൽ നിന്നും 33 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തിരുവാരൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 9:05. ഇവിടുന്ന് കയറാൻ നല്ല തിരക്കുണ്ട്. തിരുവാരൂർ റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് റൂമാണിത്. ഇവിടെ റിട്ടയറിംഗ് റൂം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഓഫ്ലൈൻ വഴിയാണ്, അപ്പോൾ നേരെ ഇങ്ങോട്ടാണ് വരേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇവിടെയാണ്. ഇവിടുന്ന് ഇതാ വേ ടു റിട്ടയറിംഗ് റൂം. ഞങ്ങൾക്ക് റൂമിൻ്റെ കീ ഒക്കെ കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടുത്തെ റൂമൊക്കെ ഉള്ളത്. 6 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ അങ്ങനെയാണ്. തിരുവാരൂർ റെയിൽവേ സ്റ്റേഷനിലെ AC റിട്ടയറിംഗ് റൂം ഇതാണ്. AC ഒക്കെ ഇവിടെയാണ് വരുന്നത്. ടോയ്ലറ്റും ബാത്റൂമും ഇവിടെയാണ്. ഈ ഭാഗത്താണ് വാഷ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയ മുറി തന്നെയാണ് ഇത്. പിന്നെ ഇവിടെ 2 ഫാൻ ഉണ്ട്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു റൂം ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു കലണ്ടർ കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല കൂളിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു മുറി തന്നെയാണിത്. റിട്ടയറിംഗ് റൂമുകളുടെ താരിഫ് ഇങ്ങനെയാണ് വരുന്നത്. ഞങ്ങൾ AC ഡബിൾ ബെഡ്റൂമാണ് എടുത്തത്. 6 മണിക്കൂർ നേരത്തേക്ക് 600 രൂപയും 12 മണിക്കൂർ നേരത്തേക്ക് 1000 രൂപയും. ഇതിൻ്റെ കൂടെ തന്നെ GST കൂടുന്നുണ്ട് കേട്ടോ. അതായത് എക്സ്ട്രാ 200 ആവും. 1200 രൂപയാണ് ഞങ്ങൾക്ക് 12 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ വന്ന വാടക. നിങ്ങൾ 24 മണിക്കൂർ എടുക്കുമ്പം 1700 രൂപേനോട് എക്സ്ട്രാ ഒരു പൈസയും കൂടെ കൂടും. ഇവിടെ റൂം കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി. പിന്നെ ഇവിടുത്തെ വെള്ളമൊന്നും ഉപ്പുവെള്ളമല്ല കേട്ടോ. ഇനിയിപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. ഇനി നമുക്ക് നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. രാവിലെ 6:30 തിരുവാരൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം അടുത്തായിട്ട് നവീകരിച്ച ഒരു സ്റ്റേഷനാണ്. ഇപ്പോൾ പുതിയൊരു കിഡിലൻ ലുക്കിലാണ് സ്റ്റേഷൻ്റെ ഒരു പുറത്തെ ഭാഗമൊക്കെ. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത്. പുറത്തേക്ക് പോകാനുള്ള വഴി അതിലൂടെയാണ്. ഈ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് സ്ഥല സൗകര്യങ്ങളുണ്ട്. നേരെ ഇതിലൂടെയാണ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴി. ഈ കാണുന്ന ഒരു ചെറിയൊരു സ്റ്റെപ്പില്ലേ, അത് തന്നെയാണ് റിട്ടയറിംഗ് റൂമിലേക്ക് കയറാനുള്ള ഒരു വഴി. പിന്നെ ഇവിടെ തന്നെ ഒരു കോച്ച് കാണുന്നുണ്ട്. മിക്കവാറും ഇതൊരു കോച്ച് റെസ്റ്റോറൻ്റൊക്കെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ക്ഷേത്രത്തിന്റെ പേര് വരുന്നത് അരുൾമികു ത്യാഗരാജ സ്വാമി ക്ഷേത്രം എന്നാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുനിന്ന് കറക്റ്റ് 1.8 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ഇവിടെ തന്നെ വലിയൊരു കവാടമൊക്കെ ഉണ്ട്. സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇതുവഴിയാണ് പോകാനുള്ളത്. പിന്നെ ഇതിലൂടെ തന്നെ ബസ്സും പോകുന്നത് കാണാം. എന്നാൽ പിന്നെ ഇതിലൂടെ നമുക്ക് നടക്കാം. പിന്നെ ഇവിടെ തന്നെ കുറച്ച് ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും അതായത് സ്റ്റേഷൻ്റെ പുറത്തും റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. രാവിലെ ആയതുകൊണ്ട് അധികം വണ്ടികളില്ല. ഈ ശക്തമായ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോകാം. പിന്നെ ഇവിടെ തന്നെ ക്ഷേത്രഭാഗത്തേക്കുള്ള വലിയൊരു കവാടം കൂടെ കാണാം. എന്തായാലും ഇതിലൂടെ നല്ല വഴികളൊക്കെ തന്നെയാണ്. ഇത് കുറച്ച് ലോങ് പോകുന്നൊരു ബസ്സാണ്. ശരിക്കും ഈ തമിഴ്നാടിൻ്റെ ഈ ഭാഗം വഴിയൊക്കെ ഏറ്റവും നല്ലത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നടന്നു പോകാൻ ഏറ്റവും സുഖം അത് തന്നെയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി. 80 രൂപയാണ് ക്ഷേത്രത്തിൻ്റെ അവിടത്തേക്ക് പറഞ്ഞത്. 1.8 കിലോമീറ്റർ ഉണ്ടല്ലോ. എന്തായാലും നടക്കുന്നില്ല എന്ന് കരുതി. പിന്നെ ഇവിടുത്തെ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. 6:30 ആയതല്ലേ ഉള്ളൂ. ഓട്ടോയിൽ യാത്ര ചെയ്തങ്ങനെ
ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിയേ. ഏറ്റവും മുകളിൽ ശിവ ശിവ എന്നൊക്കെ എഴുതി കാണാം. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തത് കാണാം. ഇതുവഴിയാണ് ഇനി അകത്തേക്ക് കയറുക. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടേക്കാണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ശിവലിംഗങ്ങളും ഒരുപാട് പ്രതിമകളൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് മുഴുവനും ശിവലിംഗമാണ്. ഇതിലൂടെ തന്നെ നമുക്ക് നടക്കാനുള്ള നല്ല വഴികളൊക്കെയാണ് കേട്ടോ. നമ്മൾ തഞ്ചാവൂരിലൊക്കെ പോയാൽ കാണുന്ന കുറച്ച് കാഴ്ചകളില്ലേ, അതൊക്കെ പോലെ തന്നെയാണ് ഇവിടെ. ഏത് വഴി വേണമെങ്കിലും നടന്നങ്ങനെ പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കായാലും വരേണ്ടത് ഈ രാവിലെ തന്നെയാണ്. കാരണം ഒരു ഇളം തണുപ്പും അധികം വെയിലൊന്നുമില്ലല്ലോ. സുഖമായിട്ട് തന്നെ ഓരോ കാഴ്ചകളും നടന്ന് കാണാം. എല്ലാത്തിനും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആ ഒരു മതിലാണ് ആ കാണുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇനി നോക്കുന്നത് ഒരു കുളമാണ്. ഒരു ക്ഷേത്ര കുളമുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാവുന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എവിടെയോ ആണത്. പിന്നെ ഇവിടെയൊക്കെ ഒരു നന്ദിയുടെ ചെറിയ പ്രതിമയൊക്കെ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ പുറത്താണ് കുളം വരുന്നത്. അതായത് ഈ ഒരു ഗോപുരത്തിൻ്റെ പുറത്തേക്ക് ഇനി ഇറങ്ങണം. കമലാലയം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഞങ്ങൾ ഇതുവഴിയാണ് ഇപ്പോൾ ഇറങ്ങി പുറത്തേക്ക് വന്നത്. ഇതിലൂടെ നമുക്ക് വണ്ടികളൊക്കെ എടുത്ത് വരാനായി സാധിക്കും. ഇതിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ ക്ഷേത്ര കുളം ഉള്ളത്. ഈ കുളത്തിൻ്റെ ഏത് ഭാഗം വഴി വേണമെങ്കിലും നമുക്ക് നടന്നു പോകാനായി സാധിക്കും. ഇതേ അവിടെ ആയാലും ഇറങ്ങിപ്പോവാം. നേരെ മുന്നിൽ കാണുന്ന ആ ഭാഗത്ത് പോവാം. പിന്നെ ഇതിൻ്റെ നടുഭാഗത്തായി മറ്റൊരു ക്ഷേത്രം കൂടെ കാണാം. ഇതെന്തായാലും അടിപൊളിയായി. ഒരു നല്ലൊരു കാഴ്ച തന്നെയാണിത്. തിരുവാരൂരിലെ ത്യാഗരാജ സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ ദേവത എന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുവാണെങ്കിൽ പ്രധാനപ്പെട്ട 9 ഗോപുരങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗോപുരം എന്ന് പറയുന്നത് കിഴക്കേ ഗോപുരമാണ്. അപ്പം ഇവിടുത്തെ കുളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, കമലാലയം ഏകദേശം 25 ഏക്കറോളം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വലിയൊരു ക്ഷേത്ര കുളം തന്നെയാണ് ഇത്. പിന്നെ ക്ഷേത്രത്തിന്റെ മറ്റു പ്രധാന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഉത്സവമുണ്ട്. ആ സമയത്ത് നടക്കുന്ന രഥോത്സവമാണ്. അതായത് അതിന്റെ പേര് വരുന്നത് ആഴിത്തേരി എന്നാണ്. ഏകദേശം 96 അടിയാണ് അതിന്റെ ഉയരം വരുന്നത്. പിന്നെ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത നേരത്തെ പറഞ്ഞ രീതി പഴക്കം പറഞ്ഞു. ഒരുപാട് കൊത്തുപണികളും ആ ഒരു ചരിത്രം നിറഞ്ഞത് തന്നെയാണ്. കുളത്തിന്റെ നടുഭാഗത്തായിട്ട് കാണുന്നതാണ് നാഗനാഥ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകാനുള്ളത് ഇതുപോലെയുള്ള ചങ്ങാടത്തിലാണ് കേട്ടോ. ഇപ്പൊ രാവിലെ ഇവിടുന്ന് ആൾക്കാരൊന്നും പോകാനില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സുഖമായിട്ട് ഇതിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു ക്ഷേത്ര ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് തിരക്കേയില്ല, സുഖമായിട്ട് എല്ലാ ഭാഗത്തേക്കും പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ തഞ്ചാവൂരിലെ പെരിയ ക്ഷേത്രമില്ലേ, അതുമായിട്ട് ഈ ക്ഷേത്രത്തിനും നല്ലൊരു ബന്ധമുണ്ട്. കാരണം ചോള സാമ്രാജ്യമായിട്ട് വളരെയധികം ബന്ധം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത്. അതേ സമയത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും ഇവിടെ പണിതത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരമായി ഇതിലൂടെ തന്നെ നടക്കാൻ തുടങ്ങിയിട്ട്. നേരെ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് പോകാം. അതിനുള്ള വഴി ഇതിലൂടെയാണ്. ഞങ്ങൾ ഓട്ടോയിൽ വന്നിറങ്ങിയ ഒരു ഭാഗം ഇതായിരുന്നു. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി ഒരു ദിവസം എന്തായാലും വരും. കാരണം അത് രഥോത്സവം കാണാൻ തന്നെയാണ്. ഇവിടുത്തെ രഥോത്സവത്തെ പറ്റി പറഞ്ഞല്ലോ, അതും കൂടെ എന്തായാലും കാണണം. ഇനിയിപ്പോൾ ഇതുവഴി തന്നെയാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രാവിലെ പൂരി കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ലോഡ്ജുകളൊക്കെ കാണാം. കിളമ്പാക്കത്തേക്ക് പോകുന്ന ബസ്സാണിത്. തിരുവാരൂരിൽ എത്തിയിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഗൈഡ് പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്.
ഇനി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ നാഗൂറിലേക്ക് പോവുകയാണ്. രാവിലെ 9 മണി കഴിഞ്ഞേ ട്രെയിൻ ഉള്ളൂ. ഇവിടുന്ന് 9:05 നാഗൂറിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. തിരുച്ചിറപ്പള്ളി കാരയ്ക്കൽ പാസഞ്ചർ. ഒരാൾക്ക് 10 രൂപയാണ് ആയത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു എമർജൻസി വിൻഡോ തന്നെ കിട്ടി കേട്ടോ. അതെന്തായാലും ഉപകാരമായി. തിരുവാരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇതിന് നാഗപട്ടണം എത്തുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. പാസഞ്ചർ ആണല്ലോ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരുവാരൂര്. നല്ല വൃത്തിയുണ്ട്. ഈ ട്രെയിനിൽ ഒരുപാട് പേരാണ് ഇവിടെ വന്നിറങ്ങിയത്. തിരുവാരൂരിൽ നിന്നും മയിലാടുതുറൈ ഭാഗത്തേക്കുള്ള ലൈനാണിത്. സിംഗിൾ ലൈനാണ്. നമ്മളിപ്പോൾ പോകുന്നതും സിംഗിൾ ലൈനാണ്. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിൽ എത്തുകയാണ്. കീഴ്വേളൂർ. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയ സ്റ്റേഷൻ. നല്ല ഭംഗിയാണ്. കാരണം ഈ ഭാഗത്ത് മുഴുവനും മരങ്ങളാണ്. അങ്ങനെ നാഗപട്ടണത്തെത്തി. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഉള്ള നദിയാണ്. ഈ ചൂട് സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി കുളിക്കാൻ തോന്നുക. ഈ ട്രെയിനിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും ഇറങ്ങും. കാരണം ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ. നമ്മൾ ഇന്നലെ രാത്രി ഇതുവഴി തന്നെയാണ് വന്നത്. വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ഈ ട്രെയിനിൽ ട്രിച്ചിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ ഇവിടെയാണ് ഇറങ്ങുക. നാഗപട്ടണം ജംഗ്ഷൻ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ നാഗപട്ടണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഒരു പോർട്ടൊക്കെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വഴിയാണ് വന്നത്. അവിടുന്ന് നേരെ ഫെറി കയറി വന്നിറങ്ങിയത് നാഗപട്ടണത്തു നിന്നാണ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ചിലവ് കുറച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫെറിയിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് രാവിലെ 8 മണിക്കെങ്ങാണ്ടാണ് ഫെറി പോകുന്നത്. 4 മണിക്കൂർ യാത്രയാണ്. അങ്ങോട്ട് പോകാനാണെങ്കിൽ 6500-ഉം ഇങ്ങോട്ട് വരാനാണെങ്കിൽ 5500 രൂപയാണ് അതിൻ്റെ ചാർജൊക്കെ വരുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ 3500 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കുറച്ച് പൈസയൊക്കെ കൂട്ടി. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കാരയ്ക്കൽ വേളാങ്കണ്ണി DEMU വരികയാണ്. ഇത് വരാനാണ് ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ ഭാഗമാണിത്. ഇവിടെയായിരുന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത്. നാഗപട്ടണം. ഞങ്ങളന്ന് ശ്രീലങ്കയിൽ നിന്ന് ആ ഒരു ഷിപ്പ് ഇറങ്ങി വന്നിട്ട് ഇതുവഴിയായിരുന്നു നടന്നു വന്നത്. ആ സമയത്ത് ഈ ഒരു പാലത്തിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയായെന്നാണ് തോന്നുന്നത്. ആ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നില്ലേ, അതാണ് ആ ഒരു പോർട്ടുള്ള ഭാഗം. അത് നാഗപട്ടണം ബീച്ചാണ്. കസ്റ്റംസിൻ്റെ ബോട്ടാണിത്. ഈ കാണുന്നതാണ് നാഗപട്ടണം പോർട്ട്. തിരുവാരൂരിൽ നിന്നും 31 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നാഗൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 10:32. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വന്ന ഒരു പാസഞ്ചർ
കാരയ്ക്കലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡും. ഇപ്പൊ തന്നെ ശക്തമായ വെയിൽ തുടങ്ങിയല്ലേ, നല്ല ചൂട് തുടങ്ങി. രാവിലെ നമ്മൾ നേരത്തെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോയ സമയത്ത് അധികം ചൂട് വരാത്തതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം തമിഴ്നാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നാഗൂർ ദർഗ വരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. നമുക്ക് ഇതിലൂടെ തന്നെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് നാഗൂറിലേക്ക് വരുന്നത്. ഞങ്ങൾ അന്ന് വന്നതും ഈ ഒരു ട്രിച്ചി കാരയ്ക്കൽ പാസഞ്ചറിന് തന്നെയാണ്. അപ്പം നടന്നു വരുന്നെങ്കിൽ ഈ വഴിയാണ് പോകേണ്ടത്. ഇത് നേരെ നടന്നെത്തുന്നത് ദർഗയുടെ ഭാഗത്തേക്ക് തന്നെയാണ്. ഈ ഭാഗത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. നല്ല വഴികൾ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടേ ഇല്ല. ഈ ട്രെയിനിൽ വന്നിറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് ദർഗയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു പശുവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ഹോം സ്റ്റേകൾ, അതായത് ചെറിയ ലോഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ദർഗ. ഇവിടെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. നാഗൂർ ദർഗയുടെ അകത്തേക്ക് കയറാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതിലൂടെയാണ്. ഇനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് അവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരുപാട് പേര് ഇപ്പം ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്, കാരണം ശക്തമായ വെയിലാണല്ലോ. പിന്നെ ഇവിടെ രാത്രിക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ദർഗ ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട്, പാത്രങ്ങളൊക്കെ വാങ്ങിക്കാം. ഈ ഭാഗത്താണ് കൂടുതലും ഷോപ്പുകൾ ഉള്ളത്. ഇതിലൂടെ തന്നെ അങ്ങ് നടന്നു പോവാം, അതിനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് മലയാളികളൊക്കെ വരുന്നൊരു ദർഗയാണ് കേട്ടോ ഇത്. പ്രാവുകളെ കാണാം. ഇവറ്റകൾക്ക് മുഴുവൻ ഇവിടെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് നേർച്ചയാണ്. ഇത് വെള്ളപ്രാവൊക്കെ ഉണ്ട്, അതായത് വിശ്വാസികൾ ആ കൊണ്ടുവരുന്ന പ്രാവുകളെയാണ് ഇവിടെ ഈ ഒരു കൂട്ടിലാക്കി വെക്കുന്നത്. ഇവിടെ കോഴികളും ഉണ്ട്. ഇത് ഈ ഒരു കൂട്ടിന്റെ താഴെയായിട്ടും കാണാതാ നടുഭാഗത്തുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. നാഗൂറിന്റെ മറ്റൊരു ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ കൂടുതലും ചെറിയ ചെറിയ കടകളൊക്കെയാണുള്ളത്. ഇവിടെ ഒരു ബോർഡുണ്ട്. ഇവിടെ തന്നെ മറ്റൊരു ദർഗയുണ്ട്, പപ്പ കോയിൽ ദർഗ. 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പിന്നെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഫോർട്ട് ഉണ്ട്. അതൊക്കെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു മിനാരാണ് കേട്ടോ. നല്ലൊരു ഉയരത്തിൽ തന്നെയാണിത് ഉള്ളത്. ഞങ്ങളിപ്പോൾ ഈ ഒരു ഭാഗം വഴിയാണ് വന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ചെരുപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കാല് പൊള്ളുകയാണ്. ഈ ഒരു ദർഗയിലെ ഇത് പല പേരുകളായിട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നാഗൂർ ദർഗ ഷരീഫ് എന്നും, അതുപോലെ തന്നെ ഷാഗുൽ ഹമീദ് ദർഗ എന്നും, അതുപോലെ തന്നെ നാഗൂർ ആണ്ടവർ ദർഗ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണങ്ങളൊക്കെ പറയാം. ഈ ഒരു ദർഗയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ ആ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സൂഫി സന്യാസിയായ സയ്യിദ് അബ്ദുൽ ഖാദിർ ഷാഹുൽ ഹമീദിൻ്റെ ശവകുടീരത്തിന് മുകളിലാണ് ഈ ഒരു ദർഗ പണിതിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു നാഗൂറിൻ്റെ ഭരണാധികാരി കൂടിയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഉറൂസാണ്. അത് ഏതാണ്ട് എനിക്കൊരു 14 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ആ ഒരു സമയത്ത് ഇതുവരെ ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മിനാരങ്ങൾ തന്നെയാണ്. 5 മിനാരങ്ങളാണ് ആകെ ഈ ഒരു ദർഗയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനാരം എന്ന് പറഞ്ഞാൽ നേരെ കാണുന്നതാണ്. അതായത് അതിന് 40 മീറ്ററാണ് ഉയരം വരുന്നത്. ബാക്കിയുള്ള 4 മിനാരങ്ങൾക്ക് ഏതാണ്ട് ഒരു 25 മീറ്ററൊക്കെ ഉയരം വരുന്നുള്ളൂ. ഈ ഭാഗം വഴി ചെറിയൊരു റോഡൊക്കെ കടന്നു പോകുന്നുണ്ട്. ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് അവിടെയാണ് നിർത്തുക, എന്നിട്ട് ആൾക്കാർ നടന്നു വരും. ഇവിടെയും ചെറിയ ചെറിയ ലോഡ്ജുകളൊക്കെ ഉണ്ട്. ഈ ദർഗ ആകെ 5 ഏക്കറിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കുറച്ച് ലോഡ്ജും റൂംസും സൗകര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ആകെ 5 മിനാരങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ തന്നെ
സ്വർണം പൂശിയ ഒരു താഴികക്കുടം കൂടെ നമുക്ക് കാണാനായി സാധിക്കും. ഈ ദർഗക്ക് 4 പ്രവേശന കവാടങ്ങളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട 40 മീറ്റർ ഉയരത്തിൽ വരുന്ന ആ ഒരു മിനാരത്തിൻ്റെ കാര്യം. അത് പണിതത് തഞ്ചാവൂരിലത്തെ പ്രധാനപ്പെട്ട ഹിന്ദു മറാത്ത ഭരണാധികാരിയായ പ്രതാപ് സിംഗ് ആണ്. ഇനിയിപ്പം ഈ ഒരു ദർഗേൻ്റെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ നടന്നു പോവുകയാണ്. ഇവിടുന്ന് വലത് ഭാഗത്തേക്കാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കാരയ്ക്കലിലേക്കാണ് പോകുന്നത്. 12:30 ഒരു ട്രെയിൻ ഉണ്ട്. അത് എവിടെ എത്താൻ ഏകദേശം? അത് തിരുവാരൂർ എത്തിയതേ ഉള്ളൂ. ഇപ്പൊ 11:30 കഴിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ അതിന് കയറിയിട്ട് അങ്ങ് പോവാം. 12:30 കാരയ്ക്കലിലേക്ക് പോകാനുള്ള DEMU ഇതാ കടന്നു വരികയാണ്. ഇത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഈ നാഗൂറിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. കാരണം ഇത് സിംഗിൾ ലൈൻ ആണല്ലോ. കാരയ്ക്കലിലേക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. അങ്ങനെ നാഗൂറിൽ നിന്ന് ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. കാരയ്ക്കൽ എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ട്. ശരിക്കും ഈ ഒരു വെയിലത്ത് ഇതുപോലെയുള്ള മരങ്ങൾ തന്നെയാണ് നല്ല തണൽ നൽകുന്നത്. ഇവിടെ ഒരുപാട് ബോട്ടുകൾ നിർത്തിയത് കാണാം. ആ മുന്നിൽ കാണുന്നത് കടലാണ്. നാഗൂറിൽ നിന്നും 11 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. കാരയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണിത്. ഞങ്ങൾ 2.5 വർഷം മുന്നേ ഇവിടെ വന്ന സമയത്ത് നവീകരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. നവീകരണം നിലവിലിപ്പോൾ കഴിഞ്ഞിട്ടില്ല. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇത് തന്നെയാണ്. നേരെ ഇനിയിപ്പോൾ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴി ഇതിലൂടെയാണ്. ഞങ്ങൾ ഇതിനു മുന്നേ കാരയ്ക്കൽ വന്ന സമയത്ത് ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയതാണ്. ഇന്നിപ്പോൾ ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എന്തായാലും പോകുന്നില്ല. ഞങ്ങൾ ഈ കാരയ്ക്കൽ വരെ വരാൻ കാരണം അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കാരയ്ക്കൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ കാഴ്ചകളാണ്. അതിൽ ഞങ്ങൾ മുഴുവൻ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ ഒരു കാരയ്ക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ മദ്യത്തിനും പെട്രോളിനൊക്കെ ഡീസലിനൊക്കെ കുറച്ച് വിലക്കുറവാണ്. പിന്നെ ഇവിടുന്ന് മദ്യം നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകാം, പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ നവി? നമ്മൾ ഇതിന് മുന്നേ വന്ന സമയത്ത് നമ്മൾ യാത്ര കയറാൻ വേണ്ടി ട്രെയിനിൽ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ RPF വരെ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും. അത് പിന്നെ കോമൺ തന്നെയാണ്. എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണി തന്നെ കഴിഞ്ഞ ദിവസം തുടങ്ങിയാണ്. ഒരു ക്രിസ്ത്യൻ മതപരമായി തുടങ്ങി, പിന്നെ നമ്മൾ ഹിന്ദു ക്ഷേത്രത്തിൽ പോയി, ലാസ്റ്റ് ഫൈനൽ എന്താ പറയുക മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലും പോയി. എല്ലാം നമുക്കൊരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി സാധിക്കും. അതെ, എന്താ പറയുക, ഇനി ടീ ഗാർഡൻ എക്സ്പ്രസിന്റെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ബൈ.